ഇപ്പോൾ ചവറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. നേരത്തെ പറഞ്ഞിരുന്നു 2 കണ്ടെയ്നറുകൾ കൂടി തീരത്തടിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ചവറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കൊല്ലം ചവറയിൽ 3 കണ്ടെയ്നറുകളാണ് തീരത്തടിഞ്ഞത്. അത് ചെറിയ അഴീക്കലിലും മറ്റൊന്ന് ചവറയിലുമാണ്. ഇപ്പോൾ 2 കണ്ടെയ്നറുകൾ അടിഞ്ഞിരിക്കുന്നത്. ദിലീപ് ദേവസിയിലേക്ക് പോവുകയാണ്. ദിലീപ്, 2 കണ്ടെയ്നറുകൾ കൂടി വീണ്ടും അടിഞ്ഞിരിക്കുന്നു. അത് ചവറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങളാണ്. എന്താണ്, എപ്പോഴാണ് തീരത്തടിഞ്ഞതെന്ന് മനസ്സിലാക്കുന്നത്? സ്തുതി, ഇന്ന് രാവിലെ, അതായത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ 3 കണ്ടെയ്നർ കൂടി ഇപ്പോൾ കാണുകയും ചെയ്തത്. ആ കണ്ടെയ്നറുകളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV പുറത്തുവിടുന്നത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടറിലൂടെ ആ ദൃശ്യങ്ങൾ കാണുന്നു. ഇവിടുത്തെ പ്രദേശവാസികൾ ഈ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. അതിൽ ഒരു കണ്ടെയ്നർ കാലിയാണെന്നും മറ്റ് 2 കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുകയാണെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതറിഞ്ഞുകൊണ്ട് ഇപ്പോൾ പോലീസ് അടക്കം സ്ഥലത്തേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പോലീസ് എത്തി കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കാം കൂടുതൽ വ്യക്തത ഇതിൽ വരുത്തുകയുള്ളൂ. എന്തായാലും ഈ ലഭിച്ചിരിക്കുന്ന വിവരപ്രകാരം 3 കണ്ടെയ്നറുകൾ ഈ പരിമണത്ത് ഉണ്ട് എന്നുള്ള വിവരത്തിലാണ് ഉള്ളത്. ആ കാര്യങ്ങൾ ഇനി ഉറപ്പിക്കാം. അതിൻ്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ TVയിലൂടെ പുറത്തുവിടുന്നു. അങ്ങനെ ഇനി അത് പരിശോധന നടത്തേണ്ടത്. കൂടുതൽ കണ്ടെയ്നറുകൾ ഇനിയിപ്പോൾ കൊല്ലത്തിൻ്റെ തീരത്തേക്ക് എത്തുമെന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ കൂടുതൽ കണ്ടെയ്നറുകൾ ഇപ്പോൾ മൊത്തം 4 കണ്ടെയ്നറുകളായി കൊല്ലത്തിൻ്റെ തീരത്തേക്ക് എത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പ്രദേശവാസികളെല്ലാം ആ പ്രദേശത്തുള്ള, അതായത് പരിമണത്തുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ഒരു ആശങ്കയിലാണ്. കാരണം അഴീക്കലുള്ള കണ്ടെയ്നറിൽ ഒന്നുമില്ല എന്നുള്ള വിവരം കൃത്യമായി ലഭിക്കുകയും ചെയ്തു. അപ്പോഴേക്കും മത്സ്യത്തൊഴിലാളികൾ നൽകുന്ന ഒരു വിവരമുണ്ട്. അതിൽ എന്തെങ്കിലും ഭാരമുള്ള വസ്തുക്കളുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഒഴുകി നടക്കില്ല എന്നാണ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 കണ്ടെയ്നറുകൾ പരിമണത്തും 1 കണ്ടെയ്നർ അഴീക്കലിലും അടിയുകയും ചെയ്തിട്ടുണ്ട്. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് നിൽക്കുന്നത്. മാത്രമല്ല തീരദേശ മേഖലകളിൽ പരിശോധന ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ കണ്ടെയ്നറുകൾ ഇനി എവിടെയെങ്കിലും അടിയുമോ എന്നുള്ള കാര്യങ്ങളടക്കം പരിശോധന നടത്തുകയും ചെയ്യുന്നു. എന്നാലും തീരദേശ മേഖലകൾ പരിശോധിക്കുന്നുണ്ട്. ആളുകൾക്ക് വിവരങ്ങൾ നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുന്നു. അങ്ങനെ എന്തായാലും ഇപ്പോൾ ദിലീപ്, അതായത് 4 കണ്ടെയ്നറുകൾ ഇതിനോടകം കൊല്ലം തീരത്ത് അടിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഈ 3 ചവറയിൽ 3 കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 2 ഒഴുകി നടക്കുന്നു. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? മൊത്തം 4 കണ്ടെയ്നറുകളാണ് ഇപ്പോൾ കൊല്ലം തീരത്തെത്തിയിരിക്കുന്നത്. അതിൽ 1 ചെറിയ അഴീക്കലിൽ, പരിമണത്ത് 3 കണ്ടെയ്നറുകൾ. അതിൽ 1 കണ്ടെയ്നർ കാലിയും 2 ഒഴുകി നടക്കുകയും ചെയ്തു. അത് ചെറിയ അഴീക്കലിലെ ഒഴിച്ചു നിർത്തി മറ്റ് 3 കണ്ടെയ്നറുകൾ കണ്ടെത്തിയത് പരിമണത്താണ്. ചവറയ്ക്കടുത്തുള്ള പരിമണത്ത് 3 കണ്ടെയ്നറുകൾ കണ്ടെത്തുന്നു. ആ കണ്ടെയ്നറുകളിൽ 1 കാലിയാണെന്നും മറ്റ് 2 ഒഴുകി നടക്കുകയാണെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV പുറത്തുവിടുകയും ചെയ്യുന്നത്. അതിൽ ഇനി മറ്റ് 2 കണ്ടെയ്നർ കൂടി കരയ്ക്കടിഞ്ഞാൽ മാത്രമേ കൂടുതൽ പരിശോധന നടത്തണം. അതിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇത് ഇപ്പോൾ 4 കണ്ടെയ്നറുകൾ കൊല്ലം തീരത്തടിഞ്ഞതിനെ തുടർന്ന് ഈ കോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനോടും പോലീസിനോടും ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരദേശ മേഖലകളിൽ ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ കൂടുതൽ അടിയാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് തീരദേശ മേഖലകളിൽ ഉള്ളവർക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകണം. ഇത്തരത്തിലൊരു കണ്ടെയ്നറുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഉടൻ തന്നെ 112 എന്ന ടോൾ ഫ്രീ നമ്പറിലോ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ജനപ്രതിനിധികളെയോ അറിയിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം പോലീസ് അടക്കം വയ്ക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കണ്ടെത്തിയ 3 കണ്ടെയ്നറുകൾ, എന്തായാലും ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ആ പരിശോധന നടത്തിയതിന് ശേഷം ഈ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. അത് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പോലീസ് വിവരങ്ങൾ നൽകുന്നുണ്ട്. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും പരിശോധന നടത്തണം. അങ്ങനെയായിരിക്കും ഇനിയുള്ള കാര്യങ്ങളുടെ നീക്കങ്ങൾ. എന്തായാലും കൊല്ലം തീരത്ത് 4 കണ്ടെയ്നറുകൾ എത്തി എന്നുള്ള വിവരം ലഭ്യമാകുന്നുണ്ട്.